തൃശൂർ കോർപ്പറേഷന് സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മേൽക്കൂരയുടെ തകരാർ സംബന്ധിച്ച് കോർപ്പറേഷൻ പരാതി ലഭിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം അപകടത്തെക്കുറിച്ച് ഇന്ന് വിശദമായ അന്വേഷണം ആരംഭിച്ചേക്കും. ഇന്നലെ വൈകുന്നേരമാണ് കോർപ്പറേഷൻ സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ച്. വിവരങ്ങളുമായി സൂരജ് സജ്ജയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാക്കാൻ പോകുന്നു, മറുവശത്ത് ഇന്ന് അന്വേഷണവും ആരംഭിക്കുകയാണല്ലോ. വിവരങ്ങൾ. ക്രിസ്റ്റീന, കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്നലെ ജില്ലാ ഭരണകൂടം അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിരുന്നതാണ്. ഈ മേൽക്കൂര തകർന്നിരിക്കുകയാണ്, ഒരു തൂൺ ഇളകി നിൽക്കുകയാണ് എന്ന പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കം ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ആ തൂൺ മുറിച്ചു മാറ്റിയതല്ലാതെ അത് ആ തകരാർ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതാണ് ഇന്നലെ പെയ്ത മഴയിലും കാറ്റിലും ഈ 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഈ മേൽക്കൂര താഴേക്ക് വീഴാൻ ഇടയാക്കിയത്. എന്തായാലും ഇത് കോൺഗ്രസിനെയും BJPയും സംബന്ധിച്ച് അവർ രാഷ്ട്രീയ വിഷയമാക്കുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. കോർപ്പറേഷൻ ആകട്ടെ തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലൂടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷ എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ക്രിസ്റ്റീന, സൂരജ്, ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വല്ലാതെ നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു അപകടമാണ് ഉണ്ടായത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ വിശദീകരണം? അവർ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ സൂരജ്? TK, വലിയ നടുക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായത്. കാരണം ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പാതയാണ്. ആ പാതയിലേക്കാണ് ഈ ഷീറ്റ് വീഴുന്നത്. പക്ഷേ ആ സമയത്ത് മേൽക്കൂര വീഴുന്ന സമയത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം മഴ പെയ്തു തുടങ്ങിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന യാത്രികരടക്കം വഴിയോരത്ത് കയറി നിന്നു. കാൽനട യാത്രക്കാരും മഴ പെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ സമീപത്തെ കടകളിലേക്ക് കയറി നിന്നു. വാഹനം നന്നേ കുറവായതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഒഴിവാക്കുന്നതിലേക്കും മറ്റ് അപകടങ്ങളിലേക്കോ കാര്യമായ അപകടങ്ങളിലേക്ക് പോകാതെ സംരക്ഷിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത് ഈ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരാതി ലഭിച്ചിരുന്നില്ല, അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രതിപക്ഷമാകട്ടെ കൃത്യമായി പരാതി ഇവർ ധരിപ്പിച്ചിരുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നു. അതോടൊപ്പം തന്നെ സമീപത്തെ വ്യാപാരികളും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നെന്ന് അവരും വ്യക്തമാക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഈ കാറ്റിൽ മേൽക്കൂര നിലംപതിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുകൂടി ശക്തമായ ആരോപണം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്.